ഏപ്രിൽ 20 ഈസ്റ്റർ ഞായറാഴ്ച. യോഹന്നാൻ 20:1-9 വരെ വാക്യങ്ങൾ. യേശു ജനിക്കുന്നതിന് 8 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഗ്രീക്ക് കവി ഹെസിയോഡ് തൻ്റെ കവിതയിൽ ഫീനിക്സ് എന്ന ഇതിഹാസ പക്ഷിയെക്കുറിച്ച് എഴുതി. ആ പക്ഷിക്ക് മരണം അടുത്തിരിക്കുന്നുവെന്ന് തോന്നുമ്പോൾ അത് ഫിനീഷ്യയിലേക്ക് പറക്കുന്നു. സുഗന്ധമുള്ള മരം കൊണ്ട് ഒരു കൂടുണ്ടാക്കി സ്വയം തീയിടും. പക്ഷി ആ തീജ്വാലകളിൽ ദഹിക്കുമ്പോൾ ചാരത്തിൽ നിന്ന് ഒരു പുതിയ ഫീനിക്സ് പക്ഷി ഉയർന്നു വരുന്നു. അങ്ങനെ ഫീനിക്സ് അമർത്യതയെയും പുനരുദ്ധാനത്തെയും മരണാനന്തര ജീവിതത്തെയും പ്രതീകപ്പെടുത്തുന്നു. ഇത് ഈസ്റ്റർ സന്ദേശത്തെ പൂർണ്ണമായി സംഗ്രഹിക്കുന്നു. യേശു തൻ്റെ ജീവൻ വെടിഞ്ഞു. 3-ാം ദിവസം അവൻ മരിച്ചവരിൽ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേറ്റു. മരണത്തിൻ്റെ ചാരത്തിൽ നിന്ന് പുതിയ ജീവൻ ഉയർത്തെഴുന്നേൽക്കുന്നു. യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവന്റെ സമ്മാനമായ ശവക്കുഴിയുടെ മേലുള്ള ക്രിസ്തുവിൻ്റെ വിജയം നാം ഇന്ന് ആഘോഷിക്കുകയാണ്. അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ആദ്യകാല ചിഹ്നങ്ങളിൽ ഒന്ന് ഫീനിക്സ് ആയിരിക്കുന്നത്. പുതിയ ജീവിതത്തിലേക്കുള്ള നമ്മുടെ ദൈനംദിന ഉയർപ്പിനെ ഫീനിക്സ് പ്രതീകപ്പെടുത്തുന്നു. ഈ പക്ഷിയെപ്പോലെ പാപത്തിൻ്റെയും കുറ്റബോധത്തിൻ്റെയും ചാരത്തിൽ നിന്ന് നാം എല്ലാ ദിവസവും ഉയർത്തെഴുന്നേൽക്കുന്നു. നമ്മുടെ ജീവനുള്ള കർത്താവിനും രക്ഷകനും അവൻ്റെ ക്ഷമയും അവൻ ഇപ്പോഴും നമ്മെ സ്നേഹിക്കുന്നുവെന്നും നമുക്ക് ആവശ്യമായ ശക്തി തുടർന്ന് നൽകുമെന്ന് ഉറപ്പ് നൽകി ഉന്മേഷവും പുതുക്കവും പ്രാപിക്കുന്നു. സഭയിലെ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ തിരുനാളാണ് ഈസ്റ്റർ. നമ്മുടെ നിത്യ പ്രത്യാശയുടെ ജന്മദിനമാണിത്. ഈസ്റ്റർ എന്നത് അക്ഷരാർത്ഥത്തിൽ പുതുപുഷ്പങ്ങളുടെ പെരുന്നാൾ എന്നാണ്. 3 കാരണങ്ങളാൽ നമ്മൾ അത് അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ആഘോഷിക്കുന്നു. 1, ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. കാരണം അത് യേശു ദൈവമാണെന്ന് തെളിയിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് എഴുതിയത്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ്. എന്നാൽ വാസ്തവത്തിൽ ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ഉറങ്ങിയവരുടെ ആദ്യ ഫലമായി. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്നു, യേശുവിൻ്റെ പുനരുദ്ധാനം ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ മകുടോദാഹരണമാണ്. ആദ്യ ക്രിസ്ത്യൻ സമൂഹം കേന്ദ്ര സത്യമായി വിശ്വസിച്ച് ജീവിച്ച ഒന്നാണ് യേശുവിൻ്റെ പുനരുദ്ധാനം. 2, നമ്മുടെ സ്വന്തം പുനരുദ്ധാനത്തിൻ്റെ ഉറപ്പാണ് ഈസ്റ്റർ. ലാസറിൻ്റെ ചവുകടിയെടുത്തെങ്കിൽ യേശു മർത്തായോട് പറഞ്ഞു, ഞാൻ പുനരുദ്ധാനവും ജീവനുമാവുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അവസാന ദിവസം ക്രിസ്തു നമ്മെ ഉയർപ്പിക്കും. എന്നാൽ ഒരർത്ഥത്തിൽ നാം ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റു എന്നത് സത്യമാണ്. 3, വേദനയുടെയും ദുഃഖങ്ങളുടെയും കണ്ണീരിൻ്റെയും ഈ ലോകത്ത് നമുക്ക് പ്രത്യാശയും പ്രോത്സാഹനം നൽകുന്ന ഒരു വിരുന്നാണ് ഈസ്റ്റർ. ജീവിതം ജീവിക്കാൻ യോഗ്യമാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ആത്മാവിലും അവിടുത്തെ സഭയിലും വാഴ്ത്തപ്പെട്ട കൂദാശയിലും സ്വർഗത്തിലും
ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യത്തിലുള്ള നമ്മുടെ വിശ്വാസമാണ് വ്യക്തിപരമായ അതുപോലെ തന്നെ പൊതുവായ പ്രാർത്ഥനകൾക്കും അർത്ഥം നൽകുന്നത്. നമ്മുടെ ലോകത്തെ പുതിയ രീതിയിൽ കാണുന്നതിനെക്കുറിച്ചാണ് പുനരുത്ഥാനം. ഈ ഈസ്റ്റർ പ്രഭാതത്തിൽ മറിയ താൻ അന്വേഷിച്ചത് യേശുവിൻ്റെ മൃതദേഹമായിരുന്നു. എന്നാൽ അത് കണ്ടെത്തിയില്ല. അതിനേക്കാൾ അവൾ സങ്കല്പിച്ചതിനും മികച്ച ഒന്ന് കണ്ടെത്തി: ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ രൂപം. ചിലപ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടതെന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല. പകരം നമുക്ക് നൽകപ്പെടുന്നത് ദൈവത്തിൻ്റെ പുതിയ ലോക പ്രവർത്തന രീതികളുടെ ഒരനുഭവമാണ്. അതാണ് പുനരുത്ഥാനത്തിൻ്റെ ശക്തി. ആ നിമിഷം വരുമ്പോൾ മറിയത്തെപ്പോലെ നമ്മളും പറയണം: ഞാൻ കർത്താവിനെ കണ്ടു. എല്ലാവർക്കും ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.